തിരുവനന്തപുരത്തിൻ്റെ കാര്യം സാറ് പ്രത്യേകം എടുത്തു പറഞ്ഞു. തിരുവനന്തപുരമായിരിക്കും ഈ പ്രാവശ്യം വലിയൊരു ഡിസിഷൻ മേക്കറും അതുപോലെ തന്നെ ഗെയിം ചേഞ്ചറും ഒക്കെ തിരുവനന്തപുരത്തിനായിരിക്കും ആ ഒരു സ്ഥാനം കിട്ടുക. അതിൽ ശ്രദ്ധേയമായ പല മത്സരങ്ങളുമുണ്ട്. ഇവിടെ ഒരു ഡിസിസീവ് ഫാക്ടറായിട്ടുള്ള BJP എത്ര സീറ്റെന്നുള്ളതും BJPക്ക് അസംബ്ലിയിൽ സ്ഥാനം കിട്ടുമോ എന്നുള്ളതും തീരുമാനിക്കുന്ന 2 മണ്ഡലങ്ങളാണ് പ്രത്യേകിച്ചുള്ളത്. കഴക്കൂട്ടവും അതുപോലെ തന്നെ വട്ടിയൂർക്കാവും. വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്ന ആളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP ആണ്. ആ ഒരു ശോഭ അവരുടെ മത്സരത്തിന് വട്ടിയൂർക്കാവിൽ വാസ്തവത്തിൽ ഉണ്ടോ? അതോ ഒരു ലാക്ക് ലസ്റ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണോ അവരുടെ പെർഫോമൻസ്? വട്ടിയൂർക്കാവ് കെ മുരളീധരൻ എന്ന ഒരു MLA പേരിൽ വളരെ പ്രശസ്തിയോടെ നിൽക്കുമ്പോഴാണ് അദ്ദേഹം വടകരയ്ക്ക് പോയി അവിടെ ജയന്റ് കില്ലറായി പോവുകയും ഈ മണ്ഡലം LDFന് തിരിച്ചു കിട്ടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ചിത്രം അതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇത്തവണ ആ MLA 2 തവണത്തെ MLA അതേപോലെ മുൻ 2 തവണത്തെ MLA ഏതാണ്ട് തുല്യ നിലയിൽ വട്ടിയൂർക്കാവിനെ സേവിച്ച 2 MLAമാർ തമ്മിലും ഇപ്പുറത്തെ NDAയുടെ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആദ്യത്തെ വനിതാ DGPയുമായിട്ടാണ്. അവർ ഇപ്പോൾ കൗൺസിലർ കൂടിയാണ്. ഈ നമ്മളുടെ ചില നേതാക്കന്മാർ അത് രാഷ്ട്രീയ രംഗത്ത് നിന്ന് അതിൻ്റെതായ ശൈലി പഠിച്ചു വരാത്തത് കൊണ്ടാണോ ഇനി സ്ത്രീ സഹജമായി എന്തെങ്കിലും തോന്നിയാൽ അത് വെട്ടിത്തുറന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നുള്ള ചിന്താഗതി കൊണ്ടാണോ എന്തുകൊണ്ടാണെങ്കിലും ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് വന്ന ചില പ്രസ്താവനകൾ അത് രാഷ്ട്രീയപരമായി വ്യക്തിപരമായി അവർക്കും രാഷ്ട്രീയപരമായി NDAക്ക് മറ്റുള്ളിടത്തും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുറേ പ്രസ്താവനകൾ വന്നു. അതൊരു എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന, കാരണം പൊതുരംഗത്ത് നിൽക്കുന്നവർ വിവാദം ഉണ്ടാക്കാവുന്നത് പരമാവധി ഒഴിവാക്കണം. ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സർവീസിൽ ഇരുന്ന സമയത്ത് ഒരക്ഷരം ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാതെ ഈ വൈകിയ വേളയിൽ ലവ് ജിഹാദിന്റെ കാര്യമാണോ? ലവ് ജിഹാദ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പോലീസ് ഓഫീസർമാർ അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പോലീസ് സേനയെ മുഴുവൻ സ്ത്രീവിരുദ്ധരാണെന്നുള്ള ഒരു വലിയ സന്ദേശം അതിൽ കൂടെ പോയി കഴിഞ്ഞു. അവരുടെ അസോസിയേഷനുകളിലൊക്കെ രഹസ്യമായിട്ട് അത് വലിയ ചർച്ചയാണ്. കാരണം പറയുന്നത് മുൻ DGP ആയതുകൊണ്ട് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? ആ ഒരു വിഷയം. രണ്ടാമതാണ് ലവ് ജിഹാദ്. കാരണം ലവ് ജിഹാദ് ഉണ്ടെങ്കിൽ DGP ആയിരുന്ന വ്യക്തിയാ ഒരു കേസ് പറയാമല്ലോ. കേന്ദ്ര സർക്കാർ പാർലമെന്റിലും ഒക്കെ അത് അങ്ങനെ ഒന്നും ഇല്ല, അങ്ങനെ ഒരു വാക്ക് ഉണ്ടെന്നേ ഉള്ളൂ. ഈ മറ്റു മതങ്ങളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മതപരിവർത്തനവും വിവാഹവും ഒക്കെ നടക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഈ അർത്ഥത്തിൽ ഒന്നും തന്നെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ക്ലോസ് ചെയ്തൊരു വിഷയമാണ്. ആ വിഷയം അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും അതുവരെ അവിടെ ഒരു വലിയ സാധ്യത ഉണ്ടായിരുന്നത് ഒരല്പം പിന്നിലേക്ക് പോയി എന്നുള്ളതാണ് പൊതുവേ ഉള്ള. ഇതിൻ്റെ സംബന്ധിച്ചൊരു ക്ലാരിഫിക്കേഷൻ ഞാനിപ്പോൾ അവരെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് പറയാം. അത് എടുത്തിടേണ്ട വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ടാവും, അതായത് എല്ലാം ഒന്നും എടുത്തിടേണ്ട കാര്യമില്ല. TP സെൻകുമാർ പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ അദ്ദേഹം പറഞ്ഞത് 1000ഓളം ഇത്തരം കേസുകളുണ്ട്. പക്ഷേ ലവ് ജിഹാദ് എന്നുള്ള പേരാണോ ഇതിന് ബ്രാൻഡ് ചെയ്യപ്പെടേണ്ടതെന്നുള്ളത് അറിയത്തില്ല. ഇതെല്ലാം പ്രേമവിവാഹങ്ങളാണ്. ഈ പ്രേമവിവാഹങ്ങളെല്ലാം പിൻകാലത്ത് വധുവിൻ്റെ വീട്ടുകാരുടെ ഉൾപ്പെടെയുള്ള മതപരിവർത്തനത്തിലേക്ക് നയിക്കുന്നു. മറ്റേ കുടുംബവുമായിട്ടുള്ള ടോട്ടൽ ഡിസ്കണക്ഷനിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളാണ്. എന്നാൽ ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ അമൂർത്തമായിട്ട് ആ പേരിലൊരു സംഭവം ഇല്ല തന്നെ. ഇപ്പോൾ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് മൂർത്തം, നമുക്കറിയാം ഇങ്ങനെ ഡിവോഴ്സ് ഉണ്ടായിപ്പോണെങ്കിൽ ഇതിനങ്ങനെ ഒരു സംഭവമാണോ അല്ലെന്നും വ്യാഖ്യാനിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ലവ് ജിഹാദ് അല്ല ഇതെന്ന് പോലീസിന് പറയേണ്ടി വരുന്നു. കാരണം അതിനൊരു വ്യക്തതയില്ല. അങ്ങനെ ഒരു പേരെന്ന് പറയുന്ന ഒരു പുതിയ പേരാണ്, ഇപ്പോൾ ടെർമിനോളജി. അതാണൊരു തടസ്സമായിട്ട് പറയുന്നത്. പക്ഷേ ഈ ദുരനുഭവം വധുവിൻ്റെ വീട്ടുകാർക്ക് ഉണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മലപ്പുറത്ത് തന്നെ ഒരു ദലിതനെ, ഒരു മുസ്ലിം പെൺകുട്ടിയെ പ്രേമിച്ചു എന്നുള്ള പേരിൽ കൊലപ്പെട്ട സംഭവം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വായനയാണ് ലവ് ജിഹാദ് എന്ന പേരിൽ വരുന്നതെന്നാണ് പറയുന്നത്. സാറിൻ്റെ അഭിപ്രായം ആ കാര്യത്തിൽ? ഇവിടെ നമ്മൾ ഈ മതപരിവർത്തനമോ ഇത്തരത്തിലുള്ള വിവാഹമോ തുടങ്ങിയാൽ ഇന്ദിരാഗാന്ധിയിൽ തുടങ്ങേണ്ടി വരും. പാർസിയായ ഫിറോസ് ജഹാംഗീർ ഗണ്ഡി. പക്ഷെ ഇന്ദിരാഗാന്ധിയുടെ കുടുംബം മതം മാറിയിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞത് അവിടെ അങ്ങനെ അത് കഴിഞ്ഞ് തെറ്റില്ല, വേണം. അപ്പോൾ നമ്മളുടെ രാജ്യത്ത് അങ്ങനെ ഒരു കൾച്ചറുണ്ട്. അക്ബർ ചക്രവർത്തി
എത്രയോ രജപുത്ര സ്ത്രീകളെ ആ. വിവാഹം കഴിച്ചിരിക്കുന്നു. ഉം. അവർക്ക് പ്രാർത്ഥിക്കാൻ വീട്ടിന്റെ മുന്നിൽ അമ്പലം വരെയും പണിഞ്ഞു കൊടുത്ത തീർച്ചയായിട്ടും വലിയ തീർച്ചയായിട്ടും സംസ്കാരം. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ മഹാനായ അക്ബർ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായും അങ്ങനെ ഒരു സംസ്കാരം നമുക്ക് ഇവിടെ ഉണ്ട്. ആ. അന്നൊന്നും അത്തരത്തിലുള്ള ഈ എന്ന് മാത്രമല്ല അക്ബർ narrative ഇല്ല. സാർ പറഞ്ഞത് ഒരു നിമിഷം, ഈ അക്ബർ ഒരിക്കലും ഈ രജപുത്ര സ്ത്രീകളെ ഹിന്ദുക്കളല്ലാതിരിക്കണം അവരുടെ വിഗ്രഹങ്ങളോട് കൂടി ആരാധിക്കാനുള്ള അനുവാദം കൊടുത്തു, അങ്ങനെ ചെയ്തിരുന്നു. അങ്ങനെ അപ്പൊ കൊടുക്കുന്നുണ്ട്. തന്നെയുമല്ല, ഈ അക്ബർ ചക്രവർത്തി എന്ന് പറയുന്നത് ഇസ്ലാമിന്റെയും ഹിന്ദു മതത്തിന്റെയും നല്ല അംശങ്ങൾ ചേർത്ത് ദീൻ ഇലാഹി എന്നൊരു മതം തന്നെ പുതിയ മതം. സ്ഥാപിച്ച ആളാണ്. അതെ. അപ്പൊ ഇവിടുത്തെ അങ്ങനല്ല, വധുവിന്റെ വീട്ടുകാരെ മുഴുവൻ അവർ മതം മാറിയില്ലെങ്കിൽ അവരുമായിട്ട് ഡിസ്കണക്റ്റഡ് ആവുന്നു, അവരുമായിട്ട് പിണങ്ങുന്നു. ഇങ്ങനെ ഒരു അമ്മയില്ല പൂർവാശ്രമത്തിൽ എന്ന് പറയുന്നു. അങ്ങനെ ആ ജീവിതം തന്നെ ഉടച്ചു പാർക്കപ്പെടുന്നതിനെയാണ് നമ്മൾ അപ്പൊ അവിടെ സാമൂഹിക തിന്മയായിട്ട് അവിടെ നമ്മൾ കാണേണ്ടത് ഉം. 10-ൽ 10 പൊരുത്തവും ഉം. ഗുരുവായൂരിലും അതുപോലെയുള്ള ഏറ്റവും പ്രസിദ്ധമായ അമ്പലങ്ങളിൽ വെച്ച് നടത്തുന്ന വിവാഹങ്ങൾ 10ന്റെ അന്ന് പിരിയുന്നു. നമ്മൾ അത് രണ്ടും രണ്ടായിട്ടാണ് കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ ആ പിരിഞ്ഞു പോകലെന്ന് പറയുന്നത് അഭിപ്രായ വ്യത്യാസം, മാനസികമായ അഭിപ്രായ വ്യത്യാസം. ഇതങ്ങനല്ല, ഇതൊരു മതപരമായിട്ടുള്ള ആചാരമെന്നുള്ള നിലയിൽ വധുവിൻ്റെ മനുഷ്യാവകാശങ്ങൾക്ക് അടിച്ചേൽപ്പിക്കപ്പെടുമ്പോഴാണ് അതൊരു സാമൂഹിക ദുരാചാരമായിട്ട് വരുന്നത്. അങ്ങനെയാണ് അവർ അങ്ങനെയുള്ള കേസുകൾ നമ്മൾക്ക് പറഞ്ഞും മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്നതല്ലാതെ കോടതിയിൽ എവിടെയെങ്കിലും അങ്ങനെ തെളിഞ്ഞ ഒരു വിഷയം വന്നാലല്ലേ നേരത്തെ നമ്മുടെ DGPക്ക് അടക്കം അതുണ്ടെന്ന് പറയാൻ പറ്റൂ. ഒരു പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഈ ആളിന്റെ ഉള്ളിൽ ഒരു ലക്ഷ്യം ചിലപ്പോൾ കണ്ടേക്കാം, അത് ഈ പെൺകുട്ടി അറിയുന്നില്ല, അല്ലെങ്കിൽ തിരിച്ചും വരുന്നു. ഇപ്പം PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് വിവാഹം കഴിച്ച ആരെയാ? ജഗതിയുടെ മകളെയാ. എന്നിട്ട് പേരെന്താണ്? ഇപ്പൊ അവര് ഏത് മതത്തിലാണ് ആ ഭാര്യ? എനിക്കറിയില്ല. നമ്മൾ നമുക്കറിയില്ല. മനസ്സിലാക്കിയിടത്തോളം ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു. PT തോമസ് ഉമാ അന്തർജനത്തിനെയാണ് വിവാഹം കഴിച്ചത്. അദ്ദേഹം നിർബന്ധിച്ചില്ല, അവർ സ്വമേധയാ മാതൃകയാണ്. അത് പക്ഷെ അന്നൊന്നും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തും നമ്മുടെ സമൂഹത്തിലുമൊക്കെ ആ പോളറൈസേഷൻ ഏത് വിഷയത്തെയും കമ്മ്യൂണലായി മാത്രം കാണുക എന്നുള്ള ഒരു ആംഗിളിലേക്ക് നമ്മുടെ സമൂഹം പോയിരിക്കുന്നു. അത് ദൗർഭാഗ്യകരമാണെന്നേ പറയാൻ പറ്റൂ. അപ്പൊ എന്തായാലും വട്ടിയൂർക്കാവിൽ മത്സരം ഇപ്പോൾ LDF UDF ആയിട്ടാണ് ഇപ്പോഴത്തെ ഒരു ഈ ഘടകങ്ങളൊക്കെ ഇപ്പോൾ നമ്മളിപ്പോ ഓരോ ദിവസത്തും വെച്ചല്ലേ നമുക്ക് പറയാൻ പറ്റും. നാളെ ഇപ്പുറത്തെ K മുരളീധരൻ സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിയാൽ ആ സമയം മാറുകയാണ്. അതാണ് ലാസ്റ്റ് ലെഗിലാണ് മാറ്റങ്ങൾ. ക്രിക്കറ്റ് കളി പോലെയാ. 99 എടുത്ത് നിത്ത് ഇപ്പൊ സെഞ്ചുറി അടിക്കുമെന്ന് വെക്കുമ്പോൾ ക്ലീൻ ബൗളാവും. പക്ഷെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ യാത്രയോടൊപ്പം റോഡ് ഷോയോടൊപ്പം തൊട്ടടുത്ത് നിന്നത് ഈ ശ്രീല. അപ്പോൾ അവർ വളരെയധികം ആവേശഭരിതരായിട്ട് ജനങ്ങളെ അഭിവാദ്യം ചെയ്തും വീശു. ഈ ബോഡി ലാംഗ്വേജും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊരു സാർ പറയുന്നത്, അപ്പോൾ അവിടെ നടക്കുന്ന മത്സരം ശരിക്കും ഒരു ഇടത് വലത് പോരാട്ടം തന്നെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഈ അധികം ദിവസങ്ങളില്ല, പ്രചാരണത്തിന്റെ ദിവസങ്ങളൊക്കെ ഏതാണ്ട് അവസാനിക്കാറായി. ഇനിയിപ്പം നല്ലൊരു ബൗളർ വന്ന 4 ബാറ്റ്സ്മാൻ പറഞ്ഞു വിടുന്ന. അതെ, ഇനി ഒരു ബൗളർമാർ വരാനുണ്ടോ? അതാണ് നമുക്ക് വെയിറ്റിംഗ് ഫോർ ഗദോ എന്ന് പറയുന്നത് പോലെ നമുക്ക് കാത്തിരിക്കാം, അല്ലേ? തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.